നടൻ ടിനി ടോമിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് നടി അൻസിബ ഹസൻ. ടിനി ടോം സാമൂഹ്യ വിപത്തെന്നും അൻസിബ ഹസൻ പറഞ്ഞു. അതേസമയം തൃപ്പൂണിത്തുറ വനിതാ സെൽ ഓഫീസിലേക്ക് തന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി അൻസിബ നൽകിയ പരാതിയിൽ തൃക്കാക്കര ACP അൻസിബയുടെ മൊഴിയെടുത്തു. താൻ നൽകിയ പരാതിയിൽ മൊഴി നൽകാനായി തൃക്കാക്കര ACP ഓഫീസിൽ എത്തിയപ്പോഴായിരുന്നു അൻസിബ ടിനി ടോമിനെതിരെ ആഞ്ഞടിച്ചത്. തന്നെ മതപരമായി ആക്ഷേപിച്ച ടിനി ടോം തന്നോട് മാത്രമല്ല ഈ സമൂഹത്തോടാകെയാണ് തെറ്റ് ചെയ്തത്. ടിനി ടോം സാമൂഹ്യ വിപത്താണെന്നും അൻസിബ തുറന്നടിച്ചു. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ടിനിക്കെതിരായ തന്റെ പരാതി കേൾക്കാൻ നിഷ്പക്ഷമായ കമ്മിറ്റി വേണമെന്ന് അമ്മ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ നേതൃത്വം അനുകൂല സമീപനം സ്വീകരിച്ചിട്ടില്ല. ആരോപണ വിധേയർ തന്നെ പരാതി കേട്ട് നീതി നടപ്പാക്കാൻ ഇറങ്ങുന്നത് പരിഹാസ്യമാണെന്നും അൻസിബ ചൂണ്ടിക്കാട്ടി. ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. അതേസമയം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി അൻസിബ നൽകിയ പരാതിയിൽ തൃക്കാക്കര ACP അൻസിബയുടെ മൊഴിയെടുത്തു. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ആരോപണ വിധേയരായ നടി ലക്ഷ്മിപ്രിയയുടെയും തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മയുടെയും മൊഴിയെടുക്കുമെന്ന് ACP R മനോജ് കുമാർ അറിയിച്ചു. ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ പരാതി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.